നന്ദ, ദേവ് വീട്ടിലുണ്ട്. അവൻ്റെ ശബ്ദത്തിലൊക്കെ വല്ലാത്ത ഇടർച്ച. നന്ദൻ്റെ നെഞ്ച് വല്ലാതെ മിടിച്ചു. എന്തോ അരുതാത്തത് സംഭവിച്ചെന്ന് അവൻ്റെ മനസ്സോതി. നന്ദ, അച്ഛൻ പോയി. ദർശൻ്റെ ശബ്ദം കരയും പോലെ. ഫോൺ അപ്പോൾ തന്നെ കട്ടാക്കി. ഇന്നലെ മുതലുള്ള നാരായണൻ്റെ ഓരോ ഭാവങ്ങളും അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു. നന്ദേട്ടാ. കണ്ണൻ വേഗത്തിൽ ബൈക്ക് എടുത്തുകൊണ്ട് നിർത്തി. നന്ദൻ ഫോണ് പോക്കറ്റിൽ വെച്ച് അവനരികിലേക്ക് നിന്നു. ദേവികേച്ചിയുടെ അച്ഛൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുന്ന വഴി ബസ്സിടിച്ചെന്ന്. മറ്റേ ബസ്സിലെ വിസ്മിക്കാരുടെ അറിഞ്ഞു. നന്ദൻ ബൈക്കിൽ കയറി. കയ്യിലുള്ള കവർ കണ്ണന് നീട്ടി. നീ ഇത് ആശാന്റെ വീട്ടിൽ കൊടുത്തേക്ക്. കണ്ണൻ തലയാട്ടി. നന്ദൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അന്ന് കാശ് കൊടുക്കാൻ ആ പടി കടന്നതാണ്. അന്ന് തന്നെ അയാൾ വെറുപ്പോടെ നോക്കിയത് ഇന്നും ഓർമ്മയുണ്ട്. ബൈക്കിൽ വരുമ്പോൾ നാരായണനുമായി ഓർമ്മിക്കാൻ തനിക്ക് നല്ല അനുഭവങ്ങളൊന്നുമില്ലെന്ന് നന്ദൻ മനസ്സിലാക്കി. എന്നാലും എന്തോ വേദന തോന്നി. എത്ര ആയാലും ദേവുവിൻ്റെ അച്ഛനല്ലേ. ദേവുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നന്ദൻ്റെ കൈ ഹാൻഡിൽ മുറുകി. ബൈക്കിന് സ്പീഡ് കൂടി. കവലയിൽ നല്ല ആൾക്കൂട്ടമുണ്ട്. താഴെ ഭാഗം ചെറിയ തകർച്ചയോടെ ബിസ്മി ബസ് ചെറിയ സൈഡിൽ മാറ്റിയിട്ടുണ്ട്. റോഡിലുള്ള രക്തം കണ്ട് നന്ദൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ഒന്ന് പാളി. ദേവുവിൻ്റെ വീടിൻ്റെ വഴിയിൽ വണ്ടി നിർത്തുമ്പോൾ ചില അയൽക്കാരൊക്കെ എത്തിയിരുന്നു. മുറ്റത്തേക്ക് കടക്കുമ്പോൾ കണ്ടു ഉമ്മറത്തിരുന്ന് പദം പറഞ്ഞ് കരയുന്ന ശോഭയെ. നന്ദനെ കണ്ടതും അവരുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. എന്തെങ്കിലും പറയണമെന്നുണ്ട്. പക്ഷേ അകത്ത് ദേവ് ഉള്ളതുകൊണ്ട് ഒരു ഭയം. മുറ്റത്ത് അയൽക്കാരോട് സംസാരിച്ചു നിന്ന ദർശൻ നന്ദനെ കണ്ടതും വേഗം അടുത്തേക്ക് വന്നു. ദർശന്റെ മുഖം കണ്ടപ്പോൾ നന്ദന് എന്തോ വല്ലാത്തൊരവസ്ഥ. അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? ദർശൻ കണ്ണു നിറച്ചുകൊണ്ട് നന്ദനെ നോക്കി. എപ്പോഴാ? നന്ദൻ തൊണ്ടമെരുക്കി. ഇന്ന് വൈകിട്ട്. നന്ദൻ അകത്തേക്ക് വാ. ദർശൻ അവനെയും കൂട്ടി അകത്തേക്ക് കയറി. ബന്ധുക്കളൊന്നും അത്രയില്ല. ശോഭയും ശോഭയുടെ മക്കളും പിന്നെ സുമയും നീതുവും പുറത്ത് കുറച്ച് അയൽക്കാരും. നരേഷ് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ദർശന്റെ പിറകെ നടക്കുമ്പോൾ നന്ദന് അപരിചിതത്വം തോന്നി. ഏതോ പുതിയ വീട്ടിലേക്ക് കയറും പോലെ. വൃത്തിയുള്ള വീട്. ഭംഗിയായി ഓരോ ഭാഗവും അടുക്കും ചിട്ടയോടും കൂടി വെച്ചിരിക്കുന്നു. വെറുതെ അല്ല ദേവുവിന് ഇത്ര അടുക്കും ചിട്ടയും. ഹാളിലെ ഇടതുഭാഗത്തെ മുറിയിലേക്ക് കയറുമ്പോൾ നന്ദന്റെ കണ്ണുകൾ ചുറ്റിലും പാഞ്ഞു. നല്ല വൃത്തിയുള്ള മുറി. ബെഡിൽ ദേവു ചാരിയിരിക്കുന്നുണ്ട്. ദേവുവിൻ്റെ മടിയിൽ അവളുടെ അമ്മയും. മാലിനി എന്തോ പദം പറഞ്ഞ് കരയുമ്പോൾ ദേവു മുഖം താഴ്ത്തി വിതുമ്പുന്നുണ്ട്. നന്ദൻ വേഗം ദേവുവിൻ്റെ തോളിൽ കൈവച്ചു. അവളെ ആശ്വസിപ്പിക്കണം. നെഞ്ചോട് ചേർത്ത് നിർത്തണം. കരയുന്നത് മാത്രം തന്നെ കൊണ്ട് കാണാൻ കഴിയില്ല. തോളിൽ സ്പർശനം അറിഞ്ഞതും ദേവു ജനലിൽ നിന്ന് നോട്ടം മാറ്റി. നന്ദനെ കണ്ടതും അവൾ വീണ്ടും കരയാൻ തുടങ്ങി. നന്ദേട്ട, എൻ്റെ അച്ഛൻ. അച്ഛൻ പോയി നന്ദേട്ട. ദേവ് പൊട്ടിക്കരച്ചിലൂടെ മുഖം പൊത്തി. മാലിനി പിന്നെയും ഉറക്കെ കരയാൻ തുടങ്ങി. നന്ദൻ വന്നെന്നറിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റിരുന്നു. ഇന്നലെ കൂടി നിങ്ങളെ പിണക്കം മറന്നു വിളിക്കാമെന്ന് പറഞ്ഞതാ നന്ദ. ഈ ഉത്സവം ഒന്ന് ആവട്ടടി. ഉത്സവത്തിന് ക്ഷണിക്കാടി. ബാക്കി പൂർത്തിയാക്കാതെ മാലിനി പൊട്ടിക്കരഞ്ഞു. നന്ദൻ അവരെ ആശ്വസിപ്പിക്കാൻ മടിച്ചു നിന്നു. പിന്നെ ദേവുവിൻ്റെ തോളിൽ തട്ടി മെല്ലെ എഴുന്നേറ്റു. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദർശനം പിറകെ ഇറങ്ങി. അമ്മ പറഞ്ഞത് നേരാ നന്ദ. ഇന്നലെ രാത്രി ഇവിടെ ഇത്തിരി പ്രശ്നമുണ്ടായി. ദർശൻ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. നന്ദൻ നെറ്റി ചൊളിച്ചു. ദേവു കേക്ക് മുറിക്കാൻ വന്നില്ലെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. പിന്നെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു. അവരെ പിരിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അച്ഛൻ ഗുണം പിടിക്കില്ല, നശിച്ചു പോവും. മകളുടെ താലി അറുക്കാൻ നടക്കുന്ന തന്ത. അങ്ങനെയൊക്കെ എന്തൊക്കെയോ അമ്മ അലറി വിളിച്ചു കൂവി. അമ്മ ആദ്യമായിട്ടാ അങ്ങനെ പറയുന്നേ. അതിൻ്റെ ഷോക്കിലായിരുന്നു അച്ഛനും. രാത്രി വളരെ വൈകിയ അച്ഛൻ പറഞ്ഞത് നിങ്ങളെ ഉത്സവത്തിന് ഇങ്ങോട്ട് ക്ഷണിക്കാമെന്ന്. നന്ദനും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് ദർശൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദന് നെഞ്ചിൽ ഒരു വിങ്ങൽ. അയൽക്കാർ ആരൊക്കെയോ നന്ദൻ്റെ അടുത്തേക്ക് വന്നു. കൂട്ടത്തിൽ ഭരതേട്ടനുമുണ്ട്. ഞങ്ങളാ നന്ദൻ ആശുപത്രിയിൽ എത്തിച്ചത്. മരിക്കും മുമ്പ് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കും മുന്നേ ഭരതേട്ടൻ പറഞ്ഞു നിർത്തി. നന്ദൻ ആൾക്കൂടി എന്തോ പോലെ. ബോഡി നാളെ രാവിലെ കൊണ്ടുവരുന്നുള്ളൂ. സമയം രാത്രിയാവും തോറും ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി. പണി കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചിട്ട് പോലുമില്ല. നന്ദൻ ആകെ മുഷിഞ്ഞു. ദർശൻ വരുന്ന ബന്ധുക്കളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദനും അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. നാരായണൻ്റെ മരുമകൻ എന്ന നിലയിൽ നല്ല ബഹുമാനത്തോടെ തന്നെയാണ് ബന്ധുക്കൾ പെരുമാറുന്നത്. എന്നാലും എന്തോ ഒരു വല്ലായിക. ദർശ, ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം, നന്ദൻ പറഞ്ഞു. എന്തിനാ? ഒന്ന് കുളിക്കണം, ഡ്രസ്സ് മാറ്റണം. ഡ്രസ്സ് എൻ്റെ തരാം നന്ദ. ഇവിടെ കുളിക്ക്. ഇന്നലെ വരെ അച്ഛൻ്റെ പുറകിൽ നിന്ന് വളർന്നവൻ്റെ ഒറ്റപ്പെടലും ഭയവും ദർശൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നു. നന്ദൻ വേറെ വഴിയില്ലാതെ കൂടെ നിന്നു. ആൾക്കാരെ ഫേസ് ചെയ്യാൻ രണ്ടു പേർക്കും എന്തോ ഒരു വല്ലായിക. ഒരാൾക്ക് ഇങ്ങനെ നിന്ന് ശീലമില്ല. മറ്റേ ആൾക്ക് വരുന്ന ആൾക്കാരെ പരിചയമില്ല. രാത്രി തന്നെ മുറ്റത്ത് ഷീറ്റ് ഉയർത്തി കെട്ടിയിരുന്നു. സുധിയും സുനിയും കണ്ണനും
ആശാനുമൊക്കെ ഉണ്ടായിരുന്നു. ദർശന് ഇതൊന്നും അറിയില്ല. നന്ദൻ വിളിച്ചു പറഞ്ഞിട്ടാണ്. ദേവുവിൻ്റെ വീട്ടിൽ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞു. ഇടയ്ക്ക് മാത്രം ഉയർന്നു കേൾക്കുന്ന കരച്ചിൽ ചീളുകൾ. നന്ദൻ ദേവുവിനെ തിരഞ്ഞു. ഇപ്പോഴും മുറിയിലാണെന്ന് തോന്നുന്നു. അവിടെ നിറയെ ബന്ധുക്കളായതുകൊണ്ട് പോവാനൊരു മടി. അവൾ എന്തെങ്കിലും കഴിച്ചോ ആവോ? മരുന്നുണ്ട്. ഈ സമയത്ത് അവൾ അതൊന്നും ഓർക്കുന്ന കൂടി ഉണ്ടാവില്ല. ദർശൻ കൊണ്ടുകൊടുത്ത ബനിയനും മുണ്ടും വാങ്ങി നന്ദൻ പുറത്തെ ബാത്റൂമിൽ കുളിച്ചിറങ്ങി. കുളിച്ചു കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം. വല്ലാതെ വിശക്കുന്നുണ്ട്. പക്ഷെ ദേവു കഴിച്ചു എന്നറിയാതെ ഒന്നും ഇറങ്ങില്ല. ദർശൻ നിർബന്ധിച്ചാണ് കുറച്ച് ഉപ്പുമാവ് കൊണ്ടു കൊടുത്തത്. സുമേച്ചു ഉണ്ടാക്കിക്കൊണ്ടു വന്നതാണ്. ആദ്യം ദേവുവിനെയാണ് നിർബന്ധിച്ചു കഴിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദൻ കുറച്ചു കഴിച്ചത്. കുറച്ചു കഴിഞ്ഞതും വയറു നിറഞ്ഞു. രാവിലെ നന്ദനും കണ്ണനും ദർശനും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയത് സുധിയും സുനിയുമാണ്. ബോഡി വയ്ക്കാനൊക്കെ സൗകര്യമൊരുക്കി. പൂവൊക്കെ അറേഞ്ച് ചെയ്തു. നന്ദനാണ് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യത്തിനും ഓടി നടന്നത്. മോർച്ചറിക്ക് മുന്നിൽ എത്തിയപ്പോൾ തന്നെ ദർശൻ തളർന്നിരുന്നു. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ശക്തിയാണ് ഇന്ന് ഒന്നുമല്ലാതായി കിടക്കുന്നത്. ബോഡി ആംബുലൻസിലേക്ക് എടുത്തു വെച്ചു. ദർശൻ അടുത്തിരുന്നു കരഞ്ഞിരുന്നു. ഇനി അവിടെ ചെന്നിട്ട് കരഞ്ഞാൽ ദേവു അമ്മയ്ക്ക് സഹിക്കില്ല. അവൻ തൻ്റെ അച്ഛൻ്റെ മുഖത്ത് മാത്രം നോക്കി നന്ദൻ്റെ തോളിലേക്ക് ചാരി. ഉറങ്ങുന്ന പോലെ തന്നെയാണ്. നന്ദൻ നാരായണൻ്റെ മുഖത്ത് നോക്കി. ഇന്നലെ വരെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരാൾ. അയാൾ തന്നോട് ക്ഷമ ചോദിക്കും പോലെ തോന്നി നന്ദന്. അധിക നേരം ആ മുഖത്ത് നോക്കാൻ പറ്റിയില്ല. ചെറുതായുള്ള പരുക്കുകൾ മുഖത്തുണ്ട്. വലിയ രീതിയിൽ പൗഡർ മുഖത്ത് ഇട്ടിട്ടുണ്ട്. ദർശൻ ഉറക്കെ കരഞ്ഞു തുടങ്ങിയപ്പോഴാണ് നന്ദന് സ്വബോധം വന്നത്. ദർശന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. നന്ദന്റെയും കണ്ണുകൾ നിറഞ്ഞു. കണ്ണൻ പിന്നെ കയറിയപ്പോൾ തൊട്ട് കണ്ണ് നിറച്ച് ഇരിക്കുകയാണ്. ആരെങ്കിലും കരഞ്ഞാൽ കൂടെ കരയുന്ന മുതലാണ്. ഈ ഒരു അവസ്ഥയിൽ പറയും വേണ്ട. ബോഡി ഉമ്മറത്തേക്ക് കയറ്റിക്കെടുത്തിയപ്പോൾ ദേവും മാലിന്യം അലറിക്കരഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. നന്ദൻ വേഗം മാറി മുറ്റത്തേക്ക് നിന്നു. ദർശനം ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്തേക്ക് നിന്നു. ദേവു തളർന്നുലഞ്ഞു കരയുമ്പോൾ നന്ദന്റെ മനസ്സ് നൊന്തു. കരച്ചിലിനിടയിൽ ബോധം മറിഞ്ഞ് പലവട്ടം വീണുപോയിരുന്നു അമ്മയും മകളും. ദേവുവിനെ നീതു ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മാലിനിയെ സുമയും. നരേഷ് രാവിലെ എത്തിയിട്ടുണ്ട്. ബോഡിക്കരികിൽ കുറച്ചു നേരം നിന്നിട്ട് അവനും ദർശന്റെ അടുത്തേക്ക് വന്നു നിന്നു. രണ്ടാളും കെട്ടിപ്പിടിച്ച് കുറച്ചുനേരം കണ്ണു നിറച്ചു. നന്ദനാണ് ആശ്വസിപ്പിച്ചത്. ദർശൻ പകർത്തിയ തീയിൽ എരിഞ്ഞടങ്ങുമ്പോൾ മുകളിലേക്ക് വരുന്ന പുകയെ നോക്കി നന്ദൻ ഒന്ന് നെടുവീർപ്പിട്ടു. ഒരിക്കലെങ്കിലും ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ സ്വന്തം അച്ഛനെ പോലെ നോക്കില്ലായിരുന്നു, സ്നേഹിക്കില്ലായിരുന്നു. നന്ദൻ കണ്ണു നിറച്ച് ആ ആത്മാവിനോട് പരിഭവിച്ചു. എന്നാൽ നാരായണന്റെ ആത്മാവ് സമാധാനത്തോടെയാണ് ഭൂമിയിൽ നിന്ന് യാത്രയായത്. മകളെ ഏറ്റവും യോജിച്ച കൈകളിൽ ഏൽപ്പിച്ച സമാധാനം. രാത്രി 7 മണിയോടെ ദേവു ഒന്ന് കുളിച്ചിറങ്ങി. തീരെ വയ്യായിരുന്നു. വയറിലൊക്കെ ചെറിയൊരു വേദന പടരാൻ തുടങ്ങിയപ്പോഴാണ് എന്തെങ്കിലും കുറച്ചു കഴിച്ചത്. നന്ദേട്ടനെ ഈ സമയം വരെ കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നതാവും ശരി. റൂമിലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന സുമേച്ചയെ കണ്ടു. നേരെ മുകളിലെ ചുമരിൽ അച്ഛനും അമ്മയും ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ. ദേവു ഒന്ന് നെടുവീർപ്പിട്ടു. അമ്മയ്ക്കൊപ്പം ബെഡിലേക്ക് ചുരുണ്ടുകൂടി. ഇന്നലെയൊക്കെ വരാന്തി തന്നെയായിരുന്നു കിടന്നത്. ദർശനും നരേഷും ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് സ്ത്രീകളും കുട്ടികളും ഇടം പിടിച്ചിരുന്നു. നാളത്തോടെ കുറച്ചുപേര് മടങ്ങും. കൊതുകടി രൂക്ഷമായപ്പോൾ നന്ദൻ ഉടുത്തുമുണ്ടഴിച്ച് പുതച്ചു. രാത്രിയിൽ എപ്പോഴോ നാരായണൻ അടുത്തേക്ക് വരുന്നതും ഒരുപാട് ക്ഷമ ചോദിക്കുന്നതും സ്വപ്നം കണ്ട് നന്ദൻ ഞെട്ടിയുണർന്നു. അവൻ ഫോണെടുത്ത് സമയം നോക്കി. 12 കഴിഞ്ഞിട്ടുണ്ട്. നന്ദൻ ഒന്ന് നെടുവീർപ്പിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന നരേഷിനെയും ദർശനെയും നോക്കി. നരേഷ് ഉറക്കമാണ്. ദർശൻ കണ്ണും തുറന്നു വെച്ച് മുകളിലേക്ക് നോക്കി കിടക്കുന്നുണ്ട്. സ്വപ്നം കണ്ടോ നന്ദ? ദർശൻ തലചരിച്ചു. നന്ദൻ നേരെ കിടന്നു മച്ചിലേക്ക് നോക്കി. നന്ദനോട് ക്ഷമ പറയാതെ സമാധാനം കിട്ടുന്നുണ്ടാവില്ല. നന്ദൻ അതൊന്നും ഓർക്കണ്ട. ദർശൻ അവനോട് ചേർന്ന് കിടന്നു. നന്ദൻ മിഴികൾ അടച്ചു. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ബലിയിടുന്ന നേരത്താണ് നന്ദേട്ടനെ ഒന്ന് കാണുന്നത്. 2 ദിവസം കൊണ്ട് നന്ദേട്ടൻ ആകെ മാറിപ്പോയി. എല്ലാത്തിനും വേണ്ടി ഓടി നടക്കുന്നവനെ കണ്ടപ്പോൾ ഉള്ളൊന്ന് വിങ്ങി. തന്നെ കണ്ടില്ലേ? അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലേ? ദർശൻ ബലിയിട്ട് എഴുന്നേറ്റപ്പോൾ ദേവും അമ്മയും തിരിച്ചകത്തേക്ക് കയറി. പോകും മുമ്പ് അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവളെ തന്നെ ഉറ്റുനോക്കി. നന്ദൻ നരേഷിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഓടിച്ചെന്ന് ആ നെഞ്ചിൽ കിടന്ന് കരയാൻ തോന്നി. അവിടെ മാത്രമേ തനിക്ക് ആശ്വാസം കിട്ടൂ. മുറിയിലെത്തിയിട്ടും ജനലിലോരം ചേർന്ന് ബെഡിലിരുന്നു. പാതി മുറ്റവും വഴിയും കാണാം. അച്ഛനെ ഓർത്ത് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നന്ദൻ വഴിയിലേക്ക് ഇറങ്ങുന്നേ കണ്ടത്. ദേവു തലയുയർത്തി വെച്ചു നോക്കി. വഴിയിൽ സ്നേഹം നിൽക്കുന്നുണ്ട്. നന്ദൻ അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളോട് വർത്താനം പറയുന്നുണ്ടെങ്കിലും ആ വീർത്തുന്റെ വയറിലേക്ക് ഇടയ്ക്കിടെ അവന്റെ കണ്ണുകൾ പായുന്നത് ഒരുതരം വേദനയോടെയാണ് ദേവ് നോക്കി കണ്ടത്. സ്വന്തം കുഞ്ഞു വയറിലേക്ക് അറിയാതെ കൈകൾ ചലിച്ചു.
നന്ദൻ കുറച്ചധികം നേരം അവളോട് സംസാരിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിൽ കൂടുതൽ. ദേവമിഴികൾ പോലും ചിമ്മാൻ മറന്ന് ഉറ്റുനോക്കി. കണ്ണൻ ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ സ്നേഹ ഒന്നുകൂടെ നോക്കി. അവളോട് എന്തോ പറഞ്ഞിട്ട് നന്ദൻ ആ തോളിൽ മെല്ലെ തട്ടി. ദേവു കൈകൾ ചുരുട്ടിപ്പിടിച്ചു. സ്നേഹ കണ്ണു തുടച്ച് ബൈക്കിൽ കയറുമ്പോഴും നന്ദനെ നോക്കി തലയാട്ടുന്നുണ്ട്. അവർ പോകുന്നത് നോക്കി നന്ദൻ വഴി തന്നെ നിന്നു. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞാണ് മുറ്റത്തേക്ക് കയറിയത്. ദേവു അവനെ തന്നെ നോക്കിയെങ്കിലും നന്ദൻ ശ്രദ്ധിക്കാതെ ദർശനടുത്തേക്ക് പോയി. കണ്ണുകൾ നിറഞ്ഞു, മനസ്സ് പുകഞ്ഞു. അച്ഛൻ മരിച്ചിട്ട് ഈ നേരം വരെ തന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടില്ല. എന്തിന്, ഒന്ന് കാണാൻ കൂടി വന്നിട്ടില്ല. ദേവു ബെഡിലേക്ക് കിടന്നുകൊണ്ട് മിഴികൾ അടച്ചു. കുറച്ചു നേരം കൂടി കഴിഞ്ഞുപോയി. കണ്ണുകൾ അടച്ചു കിടക്കുന്നുണ്ടെങ്കിലും ഉറങ്ങിയില്ല. മാലിനി ബാത്റൂമിൽ പോയപ്പോൾ നീതുവിൻ്റെ അടുത്ത് സുമ വന്നിരുന്നു. ദേവു ഉറങ്ങിയോ? സുമ ചോദിച്ചു. പാവം, ആ നന്ദൻ വയറ്റിലായ പെണ്ണിൻ്റെ പിറകെയാണല്ലോ. ഇന്നലെയും അവിടെ വെച്ച് ഞാൻ കണ്ടു. സുമ ശബ്ദം താഴ്ത്തി. അമ്മ കണ്ടോ? ഞാനും കണ്ടു, ഇന്നും കണ്ടു. നന്ദേട്ടനോട് സംസാരിക്കുമ്പോൾ മാത്രം അവളുടെ ഒരു കരച്ചിൽ. നീതു പുച്ഛത്തോടെ പറഞ്ഞു. ദേവു ഇതൊന്നും അറിയണ്ടെന്ന് കരുതി ഞാൻ പറയാതിരുന്നതാ. ചിലപ്പോൾ നമ്മുടെ സംശയം മാത്രം ആണെങ്കിലോ? പിന്നെ അരമണിക്കൂറാണല്ലോ ഒരു സംസാരം, സുമ ദേഷ്യത്തോടെ പറഞ്ഞു. മാലിനി ഇറങ്ങിയപ്പോൾ രണ്ടാളും നിശബ്ദമായി. ദേവു കണ്ണുകൾ ഇറുക്കി പൂട്ടി. കണ്ണിനെ പുകച്ചുകൊണ്ട് വീണ്ടും ചുടുകണ്ണീർ മൂക്കിന്മേലെ ഒഴുകി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേവു ഒന്നുകൂടെ പുറത്തേക്ക് നോക്കി. ഇല്ല, അവിടെ ഇപ്പോൾ ആരുമില്ല. ദേവു തൻ്റെ ഫോണിനായി ചുറ്റും പരതി. ബാഗിൽ എവിടെയോ ആണ്. ബെഡിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന അമ്മ അച്ഛൻ്റെ ഫോട്ടോയിൽ കണ്ണുനട്ട് കണ്ണീർ വറക്കുന്നുണ്ട്. ദേവു ബാഗിൽ നിന്ന് ഫോണെടുത്തു. നന്ദൻ്റെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. ബെല്ലടിക്കുന്നുണ്ട്. ഹലോ ചേച്ചി, കണ്ണനാണ്. നന്ദേട്ടൻ എവിടെ? ഇവിടെ മുകളിലുണ്ട്. ആ പയ്യന്മാർക്ക് മുകളിൽ പെയിൻറ് ചെയ്യാൻ പേടി. അപ്പോൾ നന്ദേട്ടൻ മുകളിൽ പെയിൻറ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തേ ചേച്ചി, കൊടുക്കണോ? ഏയ് വേണ്ട. ദേവ് ഫോൺ കട്ടാക്കി. നന്ദേട്ടൻ ജോലിക്ക് പോയോ? എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ദിവസം 2 ആയുള്ളൂ. ദേവു പരിഭവത്തോടെ മുഖം പിടിച്ചു. ഓരോ നിമിഷങ്ങളും കടന്നു പോകുമ്പോൾ ഫോണിലേക്ക് ഉറ്റുനോക്കി. അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി. പുറത്തെ ബഹളം കേട്ട് മിഴികൾ തുറന്നു. വീട്ടിൻ്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. നന്ദനും ദർശനും എന്തോ സംസാരിക്കുന്നുണ്ട്. അവർക്ക് നീതു ചായ കൊടുത്തുകൊണ്ട് നരേശനോട് അവൾ എന്തോ പറയുന്നു. നന്ദൻ ചായ മുത്തി ദർശനോട് സംസാരിക്കുമ്പോൾ ഇങ്ങോട്ടൊന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് ദേവു ആശിച്ചു. വിചാരിച്ച പോലെ നന്ദൻ ചുറ്റിലും കണ്ണു പായിക്കുമ്പോൾ കണ്ടു തന്നെ മാത്രം നോക്കിയിരിക്കുന്ന ക്ഷീണിച്ച പെണ്ണിനെ. ഇരുപുരികവും ഉയർത്തി താഴ്ത്തി അവൻ. ദേവു താല്പര്യമില്ലാത്ത പോലെ മുഖം കുനിച്ച് വേഗം ജനലിൻ്റെ അടുത്ത് നിന്ന് മാറിയിരുന്നു. അടുത്തൊരു നിമിഷത്തിൽ തന്നെ മുറിയുടെ വാതിലിൽ നന്ദൻ്റെ നിഴൽ പ്രത്യക്ഷപ്പെട്ടു. ദേവു അറിഞ്ഞെങ്കിലും ശ്രദ്ധിക്കാതെ ഇരുന്നു. അമ്മ കിടക്കുകയാണ്. ശോഭ അമ്മായി ബാത്റൂമിലും. നന്ദൻ മെല്ലെ അടുത്തേക്ക് ചെന്ന് അരികിലായിരുന്നു. ദേവൂട്ടി. ആ വിളിയിൽ നെഞ്ചിൽ വീണ് ആർത്തുലച്ച് കരയണമെന്ന് തോന്നിപ്പോയി. പക്ഷേ ഇന്ന് രാവിലെ കണ്ട കാഴ്ച മനസ്സിനെ വല്ലാതെ നോവിച്ചു. ദേവു തലചരിച്ചു. വിഷമിക്കരുതെന്ന് പറയാൻ പറ്റില്ല. നിനക്കിപ്പോൾ ഉണ്ടായ നഷ്ടം ഏറ്റവും നന്നായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്ദൻ പറയുന്നതിനൊപ്പം അവളുടെ കൈയെടുത്ത് കൈക്കുള്ളിലേക്ക് പിടിച്ചു. ചായ കുടിച്ചോ നീ? നന്ദേട്ടനോ? ആ പിന്നെ ഇന്ന് രാവിലെ സ്നേഹം വന്നിരുന്നു. അതിൻ്റെ കാര്യം മഹാ കഷ്ടമാ ദേവു. ദേവ് നെറ്റി ചൊളിച്ച് അവനെ നോക്കി. സ്കാനിങ് ഉണ്ടായിരുന്നു. അതിൽ കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. വലിയ പ്രതീക്ഷയൊന്നും വഹിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ്. നന്ദേട്ടനോട് ആരാ പറഞ്ഞേ? നന്ദനും കൂടെ ഹോസ്പിറ്റലിൽ പോയോ എന്നൊരു ചിന്ത അവളിൽ വന്നു. കണ്ണൻ, അവൻ പോയിരുന്നു അവളുടെ കൂടെ. അവളുടെ അമ്മയും ഉണ്ടായിരുന്നു. അച്ഛന് വയ്യാതെ ഇരിക്കല്ലേ. പാവം. കുഞ്ഞ് ജനിച്ചാലും ഏതെങ്കിലും അവയവത്തിന് തകരാറുണ്ടാവുമെന്നൊക്കെ പറയുന്നു. നന്ദനൊന്ന് നെടുവീർപ്പിട്ടു. ദേവുവിൻ്റെ മനസ്സിൽ സ്നേഹ കൂടുതൽ മികവോടെ തെളിഞ്ഞു നിന്നു. ആ കുഞ്ഞിലാണ് അവളുടെ ആകെയുള്ള പ്രതീക്ഷ. എന്തോ അവൾക്കും വേദന തോന്നി. നന്ദേട്ടൻ എന്നെ എന്താ ഇത്രയായിട്ടും കാണാൻ വരാതിരുന്നേ? ദേവു ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഞാൻ വന്നു കുറേ വട്ടം. അപ്പോഴൊക്കെ നീ ഉറങ്ങാണെന്ന് പറഞ്ഞ് നിന്റെ അപ്പച്ചി ഓടിച്ചു വിട്ടു. എന്നെ ഇങ്ങോട്ട് കയറ്റിയില്ല. എനിക്കാണെങ്കിൽ നീയില്ലാതെ. നന്ദൻ പാതി നിർത്തി. അച്ഛൻ മരിച്ചിരിക്കുന്ന ഭാര്യയോട് എന്തൊക്കെയാ പറയുന്നേ എന്നൊരു ഓർമ്മ അപ്പോഴാണ് വന്നത്. ഇന്ന് ജോലിക്ക് പോയോ? പോവണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ പിള്ളേർക്ക് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാൻ പേടി, അതുകൊണ്ട് പോയി. പിന്നെ നമുക്ക് കുറേ കടമില്ലേ? ദേവു എന്തോ ഓർത്ത പോലെ അവനെ നോക്കി. അടവ് മുടങ്ങിയിരിക്കുകയല്ലേ? ദേവൂട്ടി. അവൾ തലചരിച്ചു. നന്ദൻ എസ് ഐ സാർ പറഞ്ഞതൊക്കെ പറയുമ്പോൾ ദേവുവിൻ്റെ മുഖം ഒന്ന് വിടർന്നു. എസ് ഐ മേലെയുള്ളവരെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. അതാ സെലക്ഷൻ കിട്ടിയത്. പിന്നെ എന്നെ കണ്ടപ്പോൾ അവരുടെ ഡൗട്ടൊക്കെ മാറി. നന്ദൻ ചിരിച്ചു.
ദേവു ഒരു വികാരവുമില്ലാതെ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് മരണം വീടെന്ന ബോധം വന്നത്. കുറച്ചുനാൾ കൂടി നിന്നോട് ഇങ്ങനെ സംസാരിച്ചതല്ലേ, പരിസരം മറന്നുപോയി. ദേവുവിന് അത് മനസ്സിലായി. സന്തോഷത്തിൽ നന്ദൻ്റെ ഒച്ച പോലും അല്പം ഉയർന്നിരുന്നു. പോയിട്ട് വാ, നല്ലതല്ലേ? പക്ഷെ അത്ര നാള് നിന്നെ കാണാതെ, പിന്നെ കടമൊക്കെ. അതാണ് എൻ്റെ ഒരു ടെൻഷൻ. കണ്ണനോട് കുറച്ച് കടം ചോദിച്ചിട്ടുണ്ട്. വേണ്ട, നന്ദേട്ടൻ പോയിട്ട് വരുന്നവരെ കടമൊക്കെ ഞാൻ അടച്ചോളാം. നീയോ? എങ്ങനെ? അതൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ സ്വർണമൊക്കെ പണയത്തില്ല. അതിനാര് ഗോൾഡ് വയ്ക്കുന്നു? ഞാൻ ജോലിക്ക് പോകുന്ന കാര്യമാ പറഞ്ഞേ. എന്ത് ജോലി? അതൊക്കെ അന്വേഷിക്കണം. ഏയ്, അതൊന്നും വേണ്ട ദേവു. ഞാൻ കണ്ണനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കിക്കോളും. നന്ദേട്ടൻ്റെ ഭാര്യ ഞാൻ ഉള്ളപ്പോൾ എന്തിനാ കണ്ണനെ ഏൽപ്പിക്കുന്നേ? നമ്മുടെ കടമല്ലേ? നന്ദന് ഉത്തരമില്ലാതെ ഇരുന്നു. പേടിക്കാതെ പോയിട്ട് വാ നന്ദേട്ടാ. നന്ദൻ പുഞ്ചിരിച്ചു. അവളുടെ കവിളിൽ നന്ദൻ വലം കൈ ചേർത്ത് വെച്ചു.